നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് തച്ചമ്പാറയിൽ ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ വീട്ടിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതിന്റെ നടുക്കത്തിലാണ് വീട്ടുകാരും നാട്ടുകാരും. പൊന്നങ്കോട് പാലക്കണി വീട്ടിൽ റഷീദ് സാബിറ ദമ്പതിമാരുടെ മകൾ റിദ ഫാത്തിമയാണ് മരിച്ചത്. 16 വയസ്സ് മാത്രമാണ് ഈ പെൺകുട്ടിക്ക് പ്രായം. എന്തിനാണ് ഇത്തരത്തിലൊരു ആത്മഹത്യ ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വിശദാംശങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ബുധനാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം 12:30 വീടിനോട് ചേർന്നുള്ള പുറത്തെ കുളിമുറിയിലാണ് സംഭവം. കുളിക്കാൻ കയറി ഏറെ നേരമായിട്ടും പെൺകുട്ടിയെ കാണാതായതോടെ അന്വേഷിച്ചെത്തിയപ്പോഴാണ് സംഭവം കാണുന്നതെന്നും വീട്ടുകാർ പറഞ്ഞു. ഉടൻ തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. തച്ചമ്പാറ ദേശബന്ധു സ്കൂളിലാണ് റിദ പഠിക്കുന്നത്. മരണകാരണം വ്യക്തമായിട്ടില്ല. കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളോ മറ്റും ഉണ്ടായിരുന്നോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ പോലീസ് അന്വേഷിച്ച് വരികയാണ്. ഇനി ബന്ധുക്കളുടെയും അതുപോലെ തന്നെ സഹപാഠികളിലേക്ക് മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും എന്താണ് മരണകാരണം എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരികയുള്ളൂ. ഈ ഒരു ആത്മഹത്യാ വാർത്ത മാത്രമല്ല, ഇന്ന് കേരളത്തിൽ വിവാഹത്തിന് ഇനി വെറും 2 മാസം മാത്രം ബാക്കി നിൽക്കെ പ്രതിശ്രുത വരനും വധുവും ആത്മഹത്യ ചെയ്ത വാർത്തയും ഇന്നേറെ ഞെട്ടലോടെയാണ് കേട്ടത്. ഉദുമയിലാണ് പുതിയൊരു ജീവിതത്തിലേക്ക് ചുവടുവയ്ക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിവാഹ നിശ്ചയം കഴിഞ്ഞ യുവാവിനെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. കാസർഗോഡ് സ്വദേശിനിയായിട്ടുള്ള അനുശ്രീയും കണ്ണൂർ സ്വദേശിയായിട്ടുള്ള അമലുമാണ് മരിച്ചത്. എന്തിനാണ് ഇരുവരും ഈ കടുപ്പമുള്ള വഴി തിരഞ്ഞെടുത്തത് എന്നുള്ളതിനെ കുറിച്ചിട്ട് എല്ലാവരും സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ഏറെ നടുക്കത്തിലാണ്. അനുശ്രീക്കും അമലിനും ഇടയിൽ അവസാന നിമിഷങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള ചോദ്യത്തിനാണ് ഇനി ഉത്തരം കണ്ടെത്തേണ്ടത്. എല്ലാം വിവാഹ തീയതിയൊക്കെ നിശ്ചയിച്ച് വിവാഹ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. ഇതിനിടയിലാണ് ഈ നെഞ്ചുപൊട്ടുന്ന ഈ ഒരു വാർത്ത പുറത്തു വന്നത്. ഇരു കുടുംബങ്ങളെയും ഒരുപോലെ പിടിച്ചുലച്ച ദുരന്തത്തിൽ കാരണം തേടി അങ്കലാപ്പിലാണ് പോലീസ്. ബാങ്ക് ഉദ്യോഗസ്ഥരാണ് ഇരുവരും ദുരൂഹ വേർപാടിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രി വൈകുന്നേരം വരെ അനുശ്രീ ഹുൻസൂരിലെ ബാങ്ക് ശാഖയിൽ ഉണ്ടായിരുന്നു. ഈ സമയത്ത് അമൽ തന്നോട് ഫോണിൽ സംസാരിച്ചതായി രാത്രി അനുശ്രീ തന്റെ സഹോദരിയെ വിളിച്ച് പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ബുധനാഴ്ച രാവിലെ വീട്ടുകാർ പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അനുശ്രീ ഫോൺ എടുത്തില്ല. തുടർന്ന് പേടിച്ച് വീട്ടുകാർ ഹുൻസൂരിലെ അയൽവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു. അവർ ചെന്ന് നോക്കിയപ്പോഴാണ് അനുശ്രീയെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. അനുശ്രീയുടെ അപ്രതീക്ഷിത മരണവാർത്തയെ അറിഞ്ഞ് പകച്ചുപോയ അമൽ ബുധനാഴ്ച രാവിലെ 8:30 ജീവനൊടുക്കാൻ തീരുമാനിക്കുന്നത്. പാലാരിവട്ടത്ത് സുഹൃത്തുക്കൾക്കൊപ്പം താമസിച്ചിരുന്ന അമൽ രാവിലെ 8:45 എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ലോഡ്ജിൽ മുറിയെടുത്തു. തുടർന്ന് തന്നെ ലൊക്കേഷൻ സുഹൃത്തുക്കൾക്ക് മെസ്സേജ് അയച്ചു കൊടുത്തു. സംശയം തോന്നി സുഹൃത്തുക്കൾ അമലിനെ ഫോണിൽ തിരിച്ചു വിളിച്ചെങ്കിലും പ്രതികരണം ഉണ്ടായില്ല. ഓടിയെത്തിയ സുഹൃത്തുക്കൾ ലോഡ്ജ് അധികൃതരുടെ സഹായത്തോടെ മുറിയുടെ വാതിൽ തള്ളി തുറന്നപ്പോഴാണ് അമലിനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവാഹം കഴിഞ്ഞ് ഒന്നാകേണ്ടിയിരുന്ന 2 പേർ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ 2 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വെച്ച് ജീവനൊടുക്കിയത് എന്തിനാണെന്ന ദുരൂഹത തുടരുകയാണ്. ഇരുവരുടെയും ഫോണുകൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവസാന മണിക്കൂറുകളിലെ ഫോൺ കോളുകളും സന്ദേശങ്ങളും കേന്ദ്രീകരിച്ചാവും അന്വേഷണം നടക്കുക.